ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേനും എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ ആ ആൾ പറയുന്നത്, നമ്മളിപ്പോൾ പുതിയൊരു ഷർട്ട് മേടിക്കുവാണെങ്കിൽ ആ ഷർട്ടിനെ നമ്മൾ ആദ്യം ഭയങ്കര കാര്യമായിട്ട് നോക്കും, ഭയങ്കര നല്ല രീതിക്ക് നോക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആ ഷർട്ടിൻ്റെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനോടുള്ള ഒരു എഫേർട്ട് പുട്ടിൻ ചെയ്യുന്നത് കുറയും. അപ്പോൾ എനിക്കത് കേട്ടപ്പോഴത്തേനും ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം നമ്മുടെ ലവ് ലൈഫിലും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കും അത് തന്നെയാണ്. കാരണം ആദ്യം നമ്മൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭയങ്കര എഫേർട്ട്, രണ്ടുപേരും ഭയങ്കര എഫേർട്ടൊക്കെ ഇട്ട് ഭയങ്കര കാര്യമായിട്ടിരുന്നിട്ട് പകുതി കഴിയുമ്പോഴത്തേനും ആ റിലേഷൻഷിപ്പിനോടുള്ള മടുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആയി എന്നുള്ളൊരു തോന്നൽ കൊണ്ടോ ചിലപ്പോൾ നമ്മളതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കില്ല. നമ്മൾ എന്തു ചെയ്യും, എൻ്റെ ആണല്ലോ, പിന്നെ എന്തിനു ഞാനതിനെ കൂടുതൽ നോക്കണം എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ടു ബി ഹോണസ്റ്റ്, ലവ് എന്ന് പറയുന്നത് ഒരു ഡെയിലി എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലവ് ലൈഫ് ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഇൻ ഡെയിലി എഫേർട്സ് എപ്പോഴും ഇടുക. അതേപോലെ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ, ഈ ചെറിയ ചെറിയ എഫേർട്ട് എന്ന് പറയാൻ നമ്മളെക്കൊണ്ട് ഡെയിലി ഇടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും റിയൽ അല്ലെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾ വലിയ വലിയ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ കുഞ്ഞൊരു പൂ പറിച്ചു കൊടുത്താൽ പോലും അത് അത്രയും മനോഹരമായിട്ട് സൂക്ഷിച്ചു വെക്കാനോ അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ട് അതിന് സന്തോഷം നൽകാനായിട്ടോ സാധിക്കും. അതുകൊണ്ട് കുഞ്ഞൊരു എഫേർട്ട് പോലും ഇടാണ്ടിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ റിമെമ്പർ ദാറ്റ് ലവ് ഈസ് എ ഡെയിലി എഫേർട്ട്. അത് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ആണെങ്കിൽ പോലും നമ്മുടെ ആകുമ്പോഴാണ് അതിനെ കുറച്ചും കൂടെ മനോഹരമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതുള്ളൂ. ബൈ ബൈ.